പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. അത് അമേരിക്കയിൽ ഇന്ത്യക്കാർ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ്. ഈ വാർത്ത ഏതാണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പത്രങ്ങളിലൊക്കെ നിരന്തരമായി വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ എടുക്കാൻ വൈകിയതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ടെക്സാസിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ സ്റ്റേറ്റാണ്. അവിടെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന അല്ലെങ്കിൽ 2 ലക്ഷത്തോളം 2.5 ലക്ഷത്തോളം വരുന്ന ആളുകളെ ഇന്ത്യക്കാരെ പുറത്താക്കിയേക്കും എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ H1B1 വിസയുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ ക്രമക്കേടുകൾ നടന്നിരുന്നുവെന്നും അതെല്ലാം തന്നെ തെറ്റായിട്ടുള്ള വിസകളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അന്വേഷണത്തിന് ഓർഡർ ഇട്ടേക്കുന്നതാണ്. ഈ പ്രശ്നം തുടങ്ങുന്നത് ഇപ്പോഴെങ്ങുമല്ല, ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇൻ്റർനാഷണൽ മീഡിയകളിലെല്ലാം തന്നെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 6 മാസം മുമ്പ് തന്നെ ഡോക്ടർ ഡ്രൈവ് ബാറ്റ് എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റും അതുപോലെ തന്നെ അവിടുത്തെ ഒരു പൊളിറ്റീഷ്യനും കോൺഗ്രസ്മെനും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിൽ വലിയൊരു ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ആരോപണം ഉന്നയിച്ചത് നമ്മുടെ ചെന്നൈയിൽ, അതായത് ചെന്നൈയിലുള്ള അവരുടെ വിസ നൽകുന്ന കോൺസുലേറ്റിൽ നിന്നും 2,20,000 വിസകൾ കൊടുത്തുവെന്നും യഥാർത്ഥത്തിൽ 85,000 വിസകൾ കൊടുക്കാൻ മാത്രമേ അനുമതി ഉണ്ടായിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയും 2024 ഇത്തരത്തിൽ വലിയ നമ്പർ ഓഫ് വിസകൾ അവിടെ നിന്ന് അനുവദിക്കപ്പെട്ടു എന്നുള്ളതുമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കോൺസുലേറ്റുകളിൽ ഇൻ്റർവ്യൂവിന് ചെന്ന് അത്തരത്തിൽ അനുവദിക്കപ്പെട്ട വിസകൾ തന്നെ നമ്പർ കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു. കാരണം ചില ഏജൻസികൾ ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്നും ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ഈ വിസകളെല്ലാം തന്നെ വ്യാജമായി നിർമ്മിക്കപ്പെടുകയും കൊടുക്കപ്പെടുകയാണെന്ന് പറയുന്ന ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നു. അപ്പോൾ അങ്ങനെ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തെ സാറാ ഗോൺസാൽവസ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റും ഒരു ഇൻഫ്ലുവൻസറും അവർ ചില അന്വേഷണങ്ങൾ നടത്തി. ആ അന്വേഷണങ്ങൾ നടത്തിയത് ഒരു 4 മാസങ്ങൾക്ക് മുമ്പാണ്. അതായത് 3B's ടെക്നോളജി എന്ന് പറയുന്ന, അതുപോലെ ക്യൂപിഡ്സ് ടെക് സിസ്റ്റംസ് എന്ന് പറയുന്ന 2 കമ്പനികളെക്കുറിച്ച് അവർ പഠിക്കാൻ തീരുമാനിച്ചു. ഈ 2 കമ്പനികളും അവരുടെ പേരിൽ ചില H1B1 വിസകളൊക്കെ തന്നെ അനുവദിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് നിരവധി ആളുകളെ അങ്ങോട്ട് കയറ്റുമതി ചെയ്തിട്ടുള്ളതാണ്, അങ്ങോട്ട് അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതാണ്, വിളിച്ചിട്ടുള്ളതാണ്. കൂടാതെ അവരുടെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് വിസകളുമൊക്കെ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരം വിസകൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട് 2 കമ്പനികളിൽ ഇവർ ചെന്ന് നേരിട്ട് അന്വേഷണം നടത്തുന്നത് വീഡിയോ ആയി തന്നെ നമുക്ക് ദൃശ്യങ്ങൾ ലഭ്യമാണ്. ഇവർ ചെന്ന് മുട്ടുന്നു, ചോദിക്കുമ്പോഴേക്കും ഈ 3B's ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അവർ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾ ഉടനെ തന്നെ പോലീസിനെ വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ആരോ ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരുന്നുവെന്ന്. അപ്പോൾ അങ്ങനെ 2 കമ്പനികളിൽ അവർ പരിശോധന നടത്തുകയും മറ്റ് നിരവധി പരിശോധനകളിൽ ഇത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഇതിനു വേണ്ടിയുണ്ടെന്നും കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള കമ്പനികൾ, ഷെൽ കമ്പനികൾ നിർമ്മിക്കുകയും ആ ഷെൽ കമ്പനികളുടെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ ആയിരക്കണക്കിന് വിസകൾ എല്ലാ കൊല്ലവും ഇഷ്യൂ ചെയ്യുകയും അങ്ങനെ ഒരു ലീഗലി തന്നെ H1B1 വിസക്കാർ അവിടേക്ക് എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞത് 65% ഇപ്പോൾ ടെക്സാസിൽ കണ്ടെത്തിയിട്ടുള്ളത് അവിടെ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടുള്ള 2023 മുതൽ 26 വരെ ഇഷ്യൂ ചെയ്തിട്ടുള്ള വിസകളിൽ ഏതാണ്ട് 65 മുതൽ 85% വരെ വിസകൾ ഇത്തരത്തിൽ വ്യാജമാണെന്നും അത് വലിയ ക്രമക്കേടാണെന്നും അവർ കണ്ടെത്തിയിരിക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് ടെക്സാസ് എന്ന് പറയുന്ന നഗരത്തിലും മറ്റു ചില 1-2 നഗരങ്ങളിലും മാത്രമേ ഇതിപ്പോൾ വിഷയമായിട്ടുള്ളൂ, അതായത് സ്റ്റേറ്റുകളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാം അവിടെ 50ഓളം സ്റ്റേറ്റുകളുണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റുകളും ഏതാണ്ട് ഈ വഴിക്ക് തന്നെ നീങ്ങുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ ഇപ്പോൾ പോപ്പപ്പ് ചെയ്ത് വരാൻ, പുതിയതായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വരാനുള്ള കാരണം ഇതൊക്കെ ചിലർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അവിടെയും അവർ സൈലൻ്റായി കണ്ണടച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാമല്ലോ. കാരണം അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ മോശമായി എന്നുള്ളത് നമുക്കറിയാം. കൂടാതെ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ, അമേരിക്കയിൽ മാത്രമല്ല, അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും ഒക്കെ തന്നെ ഇന്ത്യക്കാർക്കെതിരെയുള്ള രോഷം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഒരു റൈറ്റ് വിങ്, ഒരു വലതുപക്ഷ ഐഡിയോളജികൾ, അതായത് മതത്തിൻ്റെ, വംശീയതയുടെ, ജാതിയുടെയൊക്കെ പേരിലുള്ള ഐഡിയോളജികൾക്ക്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തന്നെ വലിയ പ്രാമുഖ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രാമുഖ്യം കിട്ടുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ UK പോലും നമുക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടുകയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇപ്പോൾ അമേരിക്കയിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാനഡയിൽ കഴിഞ്ഞ തവണ
ഞാൻ തന്നെ നിങ്ങളോട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ബ്രാംപ്ടണിലും അതുപോലെ ടൊറൻറ്റോയിലും ഒക്കെ തന്നെ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ ചില ആളുകൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ദിവസങ്ങളിൽ ഇന്ത്യക്കാരോടൊക്കെ തന്നെ പുറത്തിറങ്ങരുത് എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇന്ത്യക്കാർ വന്ന് നമ്മുടെ ജോലി തട്ടിയെടുക്കുന്നു, നമ്മുടെ ആളുകൾക്ക് ജോലി ഇല്ലാത്തപ്പോൾ അവർക്ക് എങ്ങനെയാണ് ജോലി കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ഇത് ഇക്കാലത്തെ പ്രശ്നമാണ്. ഇപ്പം ഇന്ത്യയിലടക്കം നിങ്ങൾ അറിയേണ്ട ഒരു വലതുപക്ഷം ശക്തിപ്പെടുമ്പോൾ പലപ്പോഴും വംശീയമായിട്ടുള്ള ചേരിതിരിവുകളാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ ഇപ്പോൾ അവിടെ അമേരിക്കയിലുള്ള ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമയുള്ളത് അമേരിക്കയിലാണ്. ആ പ്രതിമയൊക്കെ തന്നെ അടിച്ചു പൊളിച്ച് കളയണം എന്ന് പറയുന്ന വലിയ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളൊക്കെ തന്നെ അവിടെ ചില നേതാക്കളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്ന്, അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ആകെ വഷളാവുകയും ഇന്ത്യയിൽ തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റീസ് ഒക്കെ തന്നെ പീഡിപ്പിക്കപ്പെടുകയാണ്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന തോന്നലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു വില്ലേജാണ്, ഇപ്പോൾ ഇവിടെ നടക്കുന്ന വിഷയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അവരറിയും. അപ്പോൾ അതുമൊക്കെ തന്നെ വലിയ പ്രശ്നമാണ്. കൂടാതെ ലോകം മുഴുവൻ തന്നെ ഇത്തരത്തിലുള്ളൊരു റൈറ്റ് വിങ് അജണ്ടകൾക്ക് വലിയ പ്രാമുഖ്യമേറുകയും അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ കരുത്താർജിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ UK-ലൊക്കെ, ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കഴിഞ്ഞ തവണ തന്നെ ബ്രിട്ടനിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പാർട്ടികളാണ് വലിയ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ്. കഴിഞ്ഞ തവണ അവിടെ ഒരു റാലി നടക്കുമ്പോൾ തന്നെ ഒരു ഇന്ത്യക്കാരിയായിട്ടുള്ള സ്ത്രീ അതുവഴി പോകുമ്പോൾ അവരേതാണ്ട് ആക്രമിക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതിൻ്റെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത് നേരത്തെയൊക്കെ സ്റ്റുഡൻറ്റ് വിസകൾ ഉണ്ടായിരുന്നു. ആ സ്റ്റുഡൻറ്റ് വിസകൾ പലപ്പോഴും പെർമനൻറ്റ് വിസകളായി തന്നെ പുതുക്കി കിട്ടാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അത് അടയുകയാണ്. കൂടാതെ നമുക്കറിയാം H1B1 വിസക്കൊക്കെ തന്നെ ഓരോ കമ്പനികളും $1 ലക്ഷം ഈ പറയുന്ന പോലെ $100,000 എന്ത് ചെയ്യണം, അവിടെ കമ്പനികൾ അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഇവിടെ നിന്നുള്ള ഇൻടേക്സ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വർഷങ്ങളായി അവിടെ നിന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ വിസ പുതുക്കി കിട്ടണമെങ്കിൽ നേരത്തെ അവിടെ തന്നെ നിന്നുകൊണ്ട് അത് പുതുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ പുതുക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. പകരം നിങ്ങളുടെ സ്ഥലത്ത് തന്നെ, നിങ്ങളുടെ രാജ്യത്ത് തന്നെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വീണ്ടും പുതുക്കിക്കൊണ്ട് വരണം എന്നാണ് പറയുന്നത്. അങ്ങനെ പുതുക്കിക്കൊണ്ട് വരണമെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അറിയേണ്ടത് ഒരു രാജ്യത്ത് പോവുകയും രാജ്യത്ത് ചിലപ്പോൾ ഈ പറയുന്ന അമേരിക്കൻ കോൺസുലേറ്റിൽ ഒരു ഇൻ്റർവ്യൂ കിട്ടാനും അതുപോലെ അപ്പോയിൻമെൻറ്റ് കിട്ടാനും ഒക്കെ വർഷങ്ങൾ തന്നെ താമസിക്കുകയും ചെയ്യും. അങ്ങനെ താമസമെടുത്തുകൊണ്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടും. കൂടാതെ അവരെ ഏറ്റെടുത്തിട്ടുള്ള പ്രൊജക്റ്റുകൾ അവർക്ക് ചെയ്യാൻ പറ്റാതാവും. ഇത്തരത്തിൽ വലിയ തോതിൽ ഒന്ന് സാമ്പത്തികവും അതുപോലെ അവരുടെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാകാവുന്ന വിഷയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം വിഷയങ്ങളെല്ലാം നിലനിൽക്കുകയും നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നതിനിടക്കാണ് ഇപ്പോൾ പുതിയൊരു പ്രശ്നം കൂടി ഉണ്ടായിട്ടുള്ളത്. ഈ വിസകളിൽ കർശനമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് അതിൻ്റെ പുറത്ത് നടപടിയെടുക്കാനാണ് അവിടുത്തെ ഓരോ സ്റ്റേറ്റുകളും തീരുമാനിക്കുന്നതെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും ഇന്ത്യക്കാർക്ക് ഉണ്ടാവുക. കാരണം 55 ലക്ഷത്തോളം വരുന്ന പ്രവാസികളാണ് അമേരിക്കയിലുള്ളത് എന്ന് നമ്മൾ മറന്നു പോകരുത്. 10-15 കൊല്ലമായിട്ടും അവിടെയുള്ള ആളുകളാണ്. ഇത്തരത്തിലുള്ള ആളുകളുടെ പുറത്തേക്ക് കൂടി അന്വേഷണം വരുമ്പോൾ ഏത് വർഷം മുതൽ അവർ അന്വേഷിക്കാൻ തുടങ്ങും എന്നുള്ളതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. അതെല്ലാം കൂടി ആകുമ്പോൾ അവിടെ നിന്ന് നിരവധി ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, അവിടെ പോകുമ്പോൾ അവിടെ ഏത് ജോലി ചെയ്തും വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്ന ഈ നാട്ടിലേക്ക് വരുമ്പോഴേക്കും നമുക്കെല്ലാം അറിയാം അവർക്ക് വലിയ റെസ്പെക്റ്റും അതുപോലെ ബഹുമാനമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അവിടെ നിന്ന് പോരേണ്ടി വന്നാൽ എന്തായിരിക്കും ദുരന്തം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം ആത്മഹത്യകളും നടക്കുന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അവർക്ക് പണമില്ലാത്തത് കൊണ്ടോ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തത് കൊണ്ട് മാത്രമല്ല, അവരുടെ അഭിമാനത്തിന് വലിയ ക്ഷതമേൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പം നമുക്കറിയാം, കഫേ കോഫിയുടെ ഒക്കെ ഓണർ, അദ്ദേഹം ഒരു ദിവസം വണ്ടിയിൽ നിന്നിറങ്ങി, സ്വന്തം ബെൻസിൽ നിന്നിറങ്ങി അദ്ദേഹം ഒരു നദിയിലേക്ക് ചാടി മരിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അദ്ദേഹം നിലനിൽക്കുന്ന ആ സിറ്റുവേഷനിൽ അത്ര റെസ്പെക്റ്റ് ഇല്ല, ആ ബഹുമാനത്തോടെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന തോന്നലുണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ 4000 ഏക്കറിലധികം കാപ്പിത്തോട്ടമുള്ള അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എത്ര തകർന്നാൽ പോലും അദ്ദേഹത്തിന് ഭക്ഷണം കഴിച്ചൊക്കെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം അദ്ദേഹം SM കൃഷ്ണ എന്ന് പറയുന്ന പഴയ കർണാടക മുഖ്യമന്ത്രിയുടെയൊക്കെ ഈ പറയുന്ന പോലെ മരുമകനാണ് എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ ആലോചിക്കണം. കൂടാതെ അറക്കൽ ജോയ് എന്ന് പറയുന്ന വയനാട്ടിലുള്ള 40,000 സ്ക്വയർ ഫീറ്റുള്ള വീട് വെച്ചാളും ഇതുപോലെ തന്നെ മരണപ്പെട്ടത് എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. ഏറ്റവും ഒടുവിൽ കോൺഫിഡൻറ്റ് റോയും ഒക്കെ തന്നെ ഇതുപോലെ മരണപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് 4 നേരം ഭക്ഷണം കഴിക്കാനില്ലാതാകും എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ ഇതുപോലെ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അവരുടെ ഇത്രയും നാൾ അവരെ ആളുകൾ കണ്ടുകൊണ്ടിരുന്ന രീതികൾക്ക് മാറ്റങ്ങൾ വരും എന്നുള്ളത് കൊണ്ടാണ്.
അപ്പോൾ അതുപോലെ തന്നെ ഈ അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലേക്ക് പോരേണ്ടി വന്നാൽ കാത്തിരിക്കുന്ന ദുരന്തവും കാത്തിരിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അവിടെ കൊടുക്കുന്ന പോലെയുള്ള ശമ്പളമോ ജോലിയോ ഒന്നും ഒരു കാരണവശാലും നമുക്ക് ഇന്ത്യയിൽ കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ അവിടെ ഒരു നേഴ്സിന് കിട്ടുന്ന ശമ്പളവും ഇവിടെ കിട്ടുന്ന ശമ്പളവും ഒന്നായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അവർക്ക് കിട്ടുന്ന റെസ്പെക്റ്റും ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന ഈ പറഞ്ഞ പോലെ അപമാനവും എത്ര വലുതാണെന്ന് നമ്മൾ ഓർത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്കാരെ വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നൊരു കാര്യമാണ്. ഗ്ലോബലി തന്നെ ഇത്തരത്തിലുള്ളൊരു സെനാരിയോ ഉണ്ട്. കാരണം ഒരു ഇന്ത്യ വിരുദ്ധ മനോഭാവം നിരവധി രാജ്യങ്ങളിൽ പടർന്നു കയറുന്നു. നമ്മളൊക്കെ ഇവിടെ അറിയാത്തൊരു കാര്യം, ഇവിടെ പലപ്പോഴും നമ്മൾ അത്തരത്തിൽ ഒരു വികാരമുണ്ടാക്കുകയും മറ്റുള്ളവൻ മറ്റു മതമാണ്, മറ്റു മതത്തെ അന്യമതസ്ഥനാണ്, അല്ലെങ്കിൽ മറ്റു ജാതിക്കാരനാണ്, മറ്റു കളറുകാരനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന പോലെ ആരുടെയെങ്കിലും പുറത്ത് വെക്കിട്ട് കയറുമ്പോൾ നമ്മളൊക്കെ സുഖമായി മറ്റു രാജ്യങ്ങളൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തതിൽ നിന്നും അവരും കൂടി മാറിയാൽ എന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇത് നിസ്സാരമായൊരു പ്രശ്നമല്ല, ഗവൺമെൻറ്റിന് വലിയ പ്രധാനപ്പെട്ട ഒരു തലവേദനയായി മാറാൻ പോകുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്നും കാലുകളിൽ ചങ്ങലയിട്ടുകൊണ്ടും കൈകളിൽ ചങ്ങലയിട്ടുകൊണ്ടും നിരവധി ആളുകൾ ഡിപ്പോർട്ട് ചെയ്തതെന്ന് മറന്നു പോകരുത്. അത്തരത്തിലുള്ള രംഗങ്ങൾ നമ്മൾ ഇനിയും കാണാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ.